നമസ്കാരം. RVS മാത്സ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടേക്കാണ്. അപ്പം S4ൻ്റെ MA202 എന്ന് പറയുന്ന സബ്ജക്ട് കോഡുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ട്രാൻസ്ഫോംസ് ആൻഡ് ന്യൂമറിക്കൽ മെത്തേഡ്സിൻ്റെ പാർട്ട് എയുടെ സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. അപ്പം May 2017 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഞാൻ ഇന്ന് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം. Okay, നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. Given that f of x is equal to k by 2 raised to x is a probability distribution of a random variable that can take values x is equal to 0, 1, 2, 3 and 4. അവിടെ വെച്ചിട്ട് എന്താ അടുത്ത് പറഞ്ഞിരിക്കുന്നത്? ഫൈൻ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പം നമുക്ക് എന്തോ ഫസ്റ്റ് മോഡ്യൂളിനകത്ത് നമ്മുടെ പാർട്ട് എയ്ക്കകത്താണ് വരണം. അപ്പോഴും ഒരു നമ്മുടെ മനസ്സിൽ എന്തെല്ലാം വരണം? ഡിസ്ക്രീറ്റ് വരണം, കണ്ടിന്യൂസ് വരണം, പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള 5 ഡിസ്ട്രിബ്യൂഷനും വരണം. ബൈനോമിയലും, പോയിസോണും, യൂണിഫോമും, എക്സ്പോണൻഷ്യലും, നോർമലും. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ ആലോചിക്കണം. എന്നിട്ട് നോക്കേണ്ടത് ഇവിടെ എക്സിൻ്റെ വാല്യൂ എങ്ങനെയാണ് തന്നിരിക്കുന്നതെന്ന് നോക്കണം. എക്സിൻ്റെ വാല്യൂ നോക്കിക്കേ, 0, 1, 2, 3, 4, 4 5 ഇവിടെ എക്സിൻ്റെ വാല്യൂ ഉള്ളൂ. എണ്ണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെന്ത് കേസാണ്? എക്സ് എന്ന് പറയുന്നത് ഇവിടെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ ഇവിടെ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന ആളിലെ കെ കണ്ടുപിടിക്കണം ആൻഡ് ഫൈൻഡ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിൽ നമ്മൾ നേരത്തെ എഴുതി വെച്ചിരുന്ന ഫോമുല നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ഈ ഫോമുല എപ്പോഴും കയ്യിൽ ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ടാകും. ഇത് നോക്കിയിട്ടാണ് നമുക്ക് എന്താ ചെയ്യേണ്ടത്, പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിലാണെങ്കിൽ ഇങ്ങനെയല്ല എഫ് ഓഫ് എക്സ് തരണേ, എക്സ് ഇക്വൽ ടു ടേബിളായിട്ട് തരും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ടേബിളായിട്ടല്ല, എഫ് ഓഫ് എക്സ് ഇക്വൽ ടു കെ ബൈ 2 റൈസ് ടു എക്സ് എന്നുള്ള ഫോമുല കിടക്കുന്നത്. അപ്പോൾ നമുക്കതിന് ടേബിളായിട്ടൊന്ന് എഴുതി നോക്കാം. ടേബിളായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എക്സ് എന്ന് പറഞ്ഞ ഇവിടെ എന്തൊക്കെ വാല്യൂ ഉള്ളത്? 0, 1, 2, 3, 4. എന്നിട്ട് അതിൻ്റെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് എന്നുള്ളതിന് പകരം ഇവിടെ ഈ ക്വസ്റ്റ്യനകത്ത് എഫ് ഓഫ് എക്സ് എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ അതും എഴുതി. എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താ? എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പം അത് ഈ ഫോമിലേക്കകത്ത് കൊടുക്കണം. കെ ബൈ 2 റൈസ് ടു എക്സിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ കെ ബൈ 2 റൈസ് ടു 0. 2 റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 റൈസ് ടു 0 1 ആണ്. എനി നമ്പർ റൈസ് ടു 0 ഈസ് 1. സോ ഇത് കെ ബൈ 1 എന്ന് പറയുമ്പോൾ ഇത് കെ ആണ് ആദ്യത്തെ വാല്യൂ. അടുത്ത എക്സ് ഇസ് ഈക്വൽ ടു 1 വരുമ്പം വരുന്നത് എന്താ? കെ ബൈ 2 റൈസ് ടു 1 ദറ്റ് ഇസ് ഈക്വൽ ടു കെ ബൈ 2. അടുത്ത എക്സ് ഇസ് ഈക്വൽ ടു 2 ആകുമ്പം കെ ബൈ 2 സ്ക്വയർ. ഓക്കെ, അതായത് കെ ബൈ 4. അടുത്ത എക്സ് ഇസ് ഈക്വൽ ടു 3 ആകുമ്പം കെ ബൈ 2 ക്യൂബ്. അടുത്ത എക്സ് ഇസ് ഈക്വൽ ടു 4 ആകുമ്പം കെ ബൈ 2 റൈസ് ടു 4. ഇങ്ങനെയാണ് എന്ത് വന്നിരിക്കുന്നത്? നമ്മുടെ എഫ് ഓഫ് എക്സ് വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തുവാണ്? ഫൈൻ കെ എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻ കെ എന്ന് ഏത് ക്വസ്റ്റ്യനായാലും, ഇപ്പോൾ ഡിസ്ക്രീറ്റിലായാലും കണ്ടിന്യൂസിനായാലും ഫൈൻ കെ എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് സമ്മേഷൻ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നുള്ള ഫോമിൽ ഡിസ്ക്രീറ്റിലാണെങ്കിൽ എഴുതണം. കണ്ടിന്യൂസിലാണെങ്കിൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എക്സ് ഈക്വൽ ടു 1 എന്നുള്ള ഫോമിലാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ എഴുതാൻ പോകണേ? വി നോ ദാറ്റ്. കാരണം എല്ലാ പ്രോബബിലിറ്റിയുടെ സം 1 ആണെന്ന് നമുക്കറിയാം. അതാണ് സമ്മേഷൻ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഇവിടുത്തെ പി ഓഫ് എക്സ് എന്തുവാണ്? എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ സം ഈക്വൽ ടു 1 എന്നാണ് എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താ? കെ പ്ലസ് കെ ബൈ 2 പ്ലസ് കെ ബൈ 4 പ്ലസ് കെ ബൈ 8 പ്ലസ് കെ ബൈ 16 ഇസ് ഈക്വൽ ടു 1. നമുക്കിതിനകത്ത് നിന്ന് കെ പുറത്തേക്ക് എടുത്താൽ കെ ഇൻറ്റു 1 പ്ലസ് 1 ബൈ 2 പ്ലസ് 1 ബൈ 4 plus 1 by 8 plus 1 by 16 is equal to 1. അടുത്ത് നോക്കിക്കേ, this is equal to the സോൾവ് ചെയ്യുമ്പം k into 31 by 16 is equal to 1 എന്നാണ് പറഞ്ഞത്. this k is equal to 16 by 31. നമുക്ക് ഈ കെനെ വേണമെങ്കിൽ ഈ എക്സിൻ്റെ എഫ് ഓഫ് കെ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ എടുത്ത് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ നിർത്തിയിരുന്നാലും മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്ത് എഴുതണമെങ്കിൽ എക്സും പി ഓഫ് എക്സും രണ്ട് കോളായിട്ട് എഴുതാം. അടുത്തെന്താ? എക്സും പി ഓഫ് എക്സ് എഴുതി. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0, 1, 2, 3, 4. അല്ല, പി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ കെയുടെ വാല്യൂ 16 ആകുമ്പോൾ ആദ്യം ഇത് 16 by 31. അടുത്ത് നോക്കി, 16 കെയുടെ സ്ഥാനത്ത് 16 by 31 ഇൻറ്റു 1 by 2 എന്ന് പറയുമ്പോഴേക്കും അത് 8 by 31. ഓക്കെ, അടുത്ത് 16 by 31 ഇൻറ്റു 4 എന്നാണ് പറയുന്നത്. 2 സ്ക്വയർ 4, അതായത് 4 by 1. അതായത് 16 by 31 ഇൻറ്റു ഈ 2 സ്ക്വയർ തിരിച്ച് റെസിപ്രോക്കലായിട്ട് എഴുതുമ്പോൾ 1 by 4 എന്നാണ് പറയുന്നത്. അപ്പോൾ 4ഉം 6ഉം കൂടെ പോകുമ്പോൾ അത് 4 by 31. അതിൻ്റെ അടുത്തല്ലെങ്കിൽ 2 ക്യൂബാണ്, ദറ്റ് ഇസ് ഈക്വൽ ടു 2 by 31. അതിൻ്റെ അടുത്തതിനകത്ത് കെ ബൈ 2 റൈസ് ടു 4, 2 റൈസ് ടു 4 is 16. അടുത്ത് എന്തുവാ പറയുന്നത്? അപ്പം 1 by 31.
ഇതാണ് നിങ്ങളുടെ പി ഓഫ് എക്സ്. ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് നോക്കിയാൽ ഫൈൻഡ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന് ഫോമിൽ ഞാൻ എഴുതി നിൽക്കുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നോക്കിയാൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഡിസ്ക്രീറ്റിൻ്റെ ഫോമിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ്. ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ഫോമുല. സോ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്തുവാ ഫോമുല? പി ഓഫ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ്. നമുക്ക് ഈ ടേബിളിനെ തന്നെ ഒന്നുകൂടെ ഒന്ന് എടുത്ത് എഴുതുവാണ്, കാരണം അതിൽ നിന്ന് നമുക്ക് എഴുതാനാണ് എളുപ്പം. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്, എക്സിൻ്റെ വാല്യൂ എന്തൊക്കെയായിരുന്നു? 0, 1, 2, 3, 4. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഇവിടെ? ഇപ്പം 16/31, 8/31, 4/31, 2/31 ആൻഡ് 1/31. ഓക്കെ, പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അപ്പോൾ ആദ്യത്തെ ആളെന്ന് പറയുന്നത് ഫസ്റ്റ് കിടക്കുന്ന ആളെ തന്നെ നമ്മൾ അതുപോലെ എഴുതും. അടുത്ത വാല്യൂ എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളത് മാറിയിട്ട് എക്സിൻ്റെ വാല്യൂ 1 ആവുകയാണ്. 1 ആകുമ്പോൾ ഈ രണ്ട് പേരുടെയും സമ്മാണ് വരേണ്ടത്. അപ്പോൾ ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആഡ് ചെയ്ത് പോകണം, അതുവരെയുള്ള വാല്യൂസിനെ ആഡ് ചെയ്ത് പോകണം എന്ന് ഓർത്ത് വെച്ചാൽ ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ. അപ്പോൾ ഇവർ രണ്ടുപേരെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 16 + 8 എന്ന് പറയുമ്പോൾ 16/31 + 8/31 അതാണ് ഇവിടെ എഴുതാനുള്ളത് നമ്മൾ. അപ്പോൾ അതിൻ്റെ അടുത്ത കോളം എന്ന് പറയുമ്പോഴോ ഈ 3 പേരെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് അടുത്ത കോളത്തിൽ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ എത്രയാണ് വേണ്ടത്? 16 + 8 എന്ന് പറയുമ്പോൾ 24/31. അപ്പോൾ അടുത്തെന്ന് പറയുമ്പോൾ ഈ 3 പേരെയും കൂടെ ആഡ് ചെയ്യണം. 16 + 4 + 8 എന്ന് പറയുമ്പോഴേക്കും ഇത് എത്രയാണ് വരണേ? 28/31. അപ്പോൾ ഈ 3 ഇങ്ങനെ ആഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഈ 2 പേരെ ആഡ് ചെയ്ത വാല്യൂആണ് ഇവിടെ വരുന്നത്. ഈ വരുന്ന വാല്യൂവിൻ്റെ കൂടെ ഈ വാല്യൂ കൂടെ ആഡ് ചെയ്ത് ഇവിടെ എഴുതിയാൽ മതി. അടുത്തെന്ന് പറയുമ്പോൾ ഈ 4 പേരെ ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് ഇവിടെ എഴുതേണ്ടത്. നമ്മൾ എളുപ്പത്തിന് എങ്ങനെ ആലോചിച്ചാൽ മതി? 28 + 2 എന്ന് പറയുമ്പോൾ 30/31. അടുത്തെന്ന് പറഞ്ഞാൽ 30/31 + 1/31 ഈസ് 31/31, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. എപ്പോഴും നമ്മൾ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഫൈൻഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. കാരണം ആഡ് ചെയ്ത് ലാസ്റ്റ് പ്രോബബിലിറ്റി 1 അല്ലേ. അപ്പോൾ സമ്മേഷൻ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞതുപോലെ എല്ലാ പ്രോബബിലിറ്റിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് വരേണ്ടത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, ഞാൻ എഴുതിയതാണ് നമ്മുടെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഇതിന് നമുക്ക് പക്ഷേ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് ഇങ്ങനെ എടുത്തെഴുതണം. എടുത്തെഴുതുമ്പോൾ ആദ്യത്തെ വാല്യൂ എഴുതേണ്ടത് ഈ 0യുടെ തൊട്ട് മുന്നേയുള്ള വാല്യൂ. 0 മുതലല്ലേ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 0ക്ക് തൊട്ട് മുന്നേയുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ 0. അപ്പോൾ എക്സ് ലെസ് ദാൻ 0 എന്ന് പറയുന്നത് ഇവിടെ ഒരു ടേബിൾ ഇല്ല, അതിൻ്റെ അർത്ഥം ഇവിടെ 0 ആണ്. അടുത്തെന്ന് പറയുന്നത് 0ക്കും 1നും ഇടയ്ക്ക്, അതായത് 0 ഇൻക്ലൂഡഡ് ആണ് ബട്ട് 1 ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ലെസ് ദാൻ 1 എന്നുള്ള രീതിയിൽ ആ വാല്യൂ ആണ് ഈ 16/31. അപ്പോൾ അടുത്ത് 24/31 എന്ന് പറഞ്ഞാൽ എന്തുവാണ്? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2, അതായത് 1 വരെയുള്ള വാല്യൂ ബട്ട് 2 വരെയുള്ള വാല്യൂ വേണ്ട, ദാറ്റ് ഈസ് 24/31. അടുത്ത എഴുതേണ്ടത് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 3, അതായത് 2 ഇൻക്ലൂഡഡ് ആണ് ബട്ട് 3 ഇൻക്ലൂഡഡ് അല്ല, അതായത് 28/31. 28/31. അടുത്ത വാല്യൂ എന്ന് പറയുമ്പോൾ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 4, അതായത് 30/31 വരെയുള്ള വാല്യൂ. ഓക്കെ, ഇനി ഒരാളുടെ ബാക്കിയുള്ളൂ. അതിനെ നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് എഴുതാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. അപ്പോൾ അത് വരേണ്ടത് ഈക്വൽ ടു 1. ഈക്വൽ ടു 4 വരെയുള്ള വാല്യൂ, പിന്നെ അതിൻ്റെ മുകളിലോട്ടുള്ളതിന്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമുക്കിവിടെ വാല്യൂ ഇല്ല. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 വന്നാലും നമുക്ക് എന്തുവാണ്? ഫൈനൽ പ്രോബബിലിറ്റി ഈക്വൽ ടു 1. അപ്പോൾ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ചെയ്യാൻ എളുപ്പമാണ്. ടേബിളിൽ ഇങ്ങനെ ആഡ് ചെയ്ത് എഴുതിയാൽ മതി. എന്ത് ചെയ്ത് ആദ്യത്തെ ആൾ അതുപോലെ എഴുതണം, അടുത്ത 2 പേര് ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതണം, 3 പേര് ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതുക, 4 പേര് ആഡ് ചെയ്തിട്ട് അടുത്ത കോളം, അതുപോലെ 5 പേര് ആഡ് ചെയ്തിട്ടാണ് ലാസ്റ്റ് കോളം. ലാസ്റ്റ് കോളം എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. ഇങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഴുതുന്നത്. ബട്ട് ഇങ്ങനെ എഴുതി നിർത്തിയാൽ നമുക്ക് കംപ്ലീറ്റ് മാർക്ക് കിട്ടത്തില്ല. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് ഇതുപോലെ എടുത്ത് എഴുതിയാലും മതി, എഴുതണം. അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം നമ്മൾ പഠിച്ചു. ഡിസ്ക്രീറ്റ് ലൈനിലും കണ്ടിന്യൂസ് ലൈനിലും കെ എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷനകത്ത് എഫ് ഓഫ് എക്സ് പ്രോബബിലിറ്റി തന്നിരിക്കുന്നതിനകത്ത് ഒരു കെ ഉണ്ടെങ്കിൽ ഇതിന് ടേബിളിലും തരാം, അല്ലാതെ തന്നിട്ട് കെ ഫൈൻഡ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മൾ സമ്മേഷൻ പി ഓഫ് എക്സ് ഡിസ്ക്രീറ്റിലെടുക്കും, കണ്ടിന്യൂസിലാണെങ്കിൽ ഇൻ്റഗ്രൽ എന്നുള്ള ഫോമിലെടുക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇഫ് 6 of the 18 new buildings in a city violate the building code, what is the probability that a building inspector who randomly select 4 of the new building will catch? First question എന്ന് പറഞ്ഞാൽ none of the new building that violate the building code. രണ്ടാമത്തെ എന്ന് പറയുന്നത് 1 of the new building that violate the building code. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ at least 2 of the new building that violate the building code. അപ്പോൾ നമുക്ക് എൻ്റെ ക്വസ്റ്റ്യനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട, നമുക്ക് ആലോചിക്കേണ്ടത് 6 of the 18 new buildings in a city violate building code. What is the probability that a building inspector who randomly select 4 of the new building will catch? അപ്പോൾ നമുക്ക് നോക്കി നമുക്ക് ആകെ എന്തൊക്കെ ഡിസ്ട്രിബ്യൂഷനാണുള്ളത് നമ്മുടെ കയ്യിൽ
ഇതൊക്കെ ഉണ്ട്, ബൈനോമിയൽ ഉണ്ട്, പോസോൺ ഉണ്ട്, യൂണിഫോം ഉണ്ട്, എക്സ്പെൻഷൻ ഉണ്ട്, നോർമൽ ഉണ്ട്. അപ്പോൾ അതിലേത് ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ വരുന്നതെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എണ്ണം വല്ലതും കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ പ്രോബിലിറ്റി, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് എ ബിൽഡിംഗ് ഇൻസ്പെക്ടർ ഹു റാൻഡംലി സെലക്ട് 4 ഓഫ് ദ ന്യൂ ബിൽഡിംഗ്. ഒരു ബിൽഡിംഗ് ഇൻസ്പെക്ടർ വന്ന് ഒരു സിറ്റിക്കകത്തുള്ള ഒരു 4 ബിൽഡിംഗ് ചൂസ് ചെയ്ത് കേട്ടോ, ഈ 4 എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. വിൽ ക്യാച്ച്, ഈ 4 എണ്ണത്തിൽ ഒന്നിന് പോലും എന്താ ബിൽഡിംഗ് കോഡ് വയലേറ്റ് ചെയ്യാത്തതായിരിക്കണം, ഒരെണ്ണം ബിൽഡിംഗ് കോഡ് വയലേറ്റ് ചെയ്തതായിക്കോട്ടെ, അറ്റ്ലീസ്റ്റ് 2 എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഈ 4 എന്നുള്ളൊരു എണ്ണം നമുക്ക് കിട്ടി. നമുക്കിപ്പോഴും അറിയില്ല ബൈനോമിയലാണോ പോസോണാണോ എന്താണെന്നുള്ളത്. അപ്പോൾ n is equal to 4 എന്ന് എഴുതി. n ചെറുതാണ്. n ചെറുതാകുമ്പോൾ നമ്മൾ എപ്പോഴും ഏതാ യൂസ് ചെയ്യുക? n ചെറുതാണെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. സോ അപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിച്ച് ഇവിടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ യൂസ് ചെയ്യാൻ പോണേന്ന്. പ്രോബിലിറ്റി തന്നിട്ടുണ്ടോ നോക്കിക്കേ. ബിൽഡിംഗ് ദാറ്റ് വയലേറ്റ് ദ ബിൽഡിംഗ് കോഡ് എന്നാണ് എല്ലാത്തിലും. ന്യൂ ബിൽഡിംഗ് ദാറ്റ് ബിൽഡിംഗ് കോഡ് വയലേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് എല്ലായിടത്തും ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താ നോക്കിക്കേ, നമുക്ക് തന്നിരിക്കുന്നത് ഇഫ് 6 ഓഫ് ദ 18 ന്യൂ ബിൽഡിങ്സ് ഇൻ എ സിറ്റി വയലേറ്റ് ബിൽഡിംഗ് കോഡ്. അപ്പോൾ 18 ബിൽഡിംഗ് എടുത്താൽ 6 എണ്ണം ബിൽഡിംഗ് കോഡ് വയലേറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ പൊതുവായിട്ടുള്ള ആവറേജ് തന്നിട്ടുണ്ട്. ദെയർഫോർ പി എന്ന് പറയുന്നത് എന്തുവാണ്? പി പ്രോബിലിറ്റി ഓഫ് എ ന്യൂ ബിൽഡിംഗ് that violate building code. നമുക്കിത് തന്നെ എടുക്കണമായിരുന്നോ? ഇല്ല, നമുക്ക് എന്ത് ചെയ്താലും ഇതിന് ക്യൂന്ന് എടുക്കാത്ത എന്താ? ക്യൂന്ന് എടുക്കാത്തത് കാരണം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ബിൽഡിംഗ് വയലേറ്റ് ചെയ്യുക എന്താണ്, ബിൽഡിംഗ് കോഡ് വയലേറ്റ് ചെയ്യുക എന്നുള്ള പ്രോബിലിറ്റിയാണ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നതും അത് തന്നെയാണ്. സോ അതിന് നമുക്ക് പി എന്ന് എടുക്കാം. സപ്പോസ് തന്നിരിക്കുന്നത് അതല്ലായിരുന്നു എങ്കിൽ അത് ക്യൂന്ന് എടുത്തിട്ട് 1 - q എന്നുള്ള രീതിയിൽ പി നമ്മൾ ഫൈൻഡ് ചെയ്യണമായിരുന്നു. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പ്രോബിലിറ്റി സെയിം ആണ്, നമ്മൾ അതിനെ തന്നെ പി എന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ പി ഈസ് ഈക്വൽ ടു എന്തുവാണ്? 6/18. 6/18 എന്ന് പറയുമ്പോൾ 1/3 അല്ലേ? അപ്പോൾ പി ഇസ് ഈക്വൽ ടു 1/3. അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? 1 - p ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 1 - 1/3 ഈസ് ഈക്വൽ ടു 2/3. Therefore PDF of binomial distribution, binomial distributionന്റെ PDF എന്തുവാണ്? P of x is equal to NCX p raised to x q raised to n minus x, where x is equal to 0, 1 etc. up to n. ഓക്കെ, n എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 4 ആണ്. അപ്പോൾ 4CX, p എന്ന് പറയുന്നത് 1/3 raised to x, q എന്ന് പറയുന്നത് 2/3 raised to n എന്ന് പറയുന്ന 4 അല്ലായിരുന്നു. അപ്പോൾ 4 minus x, where x is equal to 0, 1, 2, 3, 4. ഓക്കെ, ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോബിലിറ്റി ദാറ്റ് നൺ ഓഫ് ദ ബിൽഡിംഗ് എന്തുവാണ്? നൺ ഓഫ് ദ ബിൽഡിംഗ് ദാറ്റ് വയലേറ്റ് ബിൽഡിംഗ് കോഡ് എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് പോലും ഇല്ലാന്ന് തന്നെ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. അപ്പോൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4C0 1/3 raised to 0 into 2/3 raised to 4 minus 0, that is 4. 4C0, NC0 എന്തുവാണ്? 1. 1/3 raised to 0 is also 1. So this is equal to 2/3 raised to 4 ആണ് ആൻസർ. അത് കാൽക്കുലേറ്ററിൽ നോക്കിയിട്ട് എന്താ ആൻസർ ഒന്ന് നോക്കി എഴുതാം, അതിങ്ങനെ നിർത്തിയിരുന്നാലും മതി. അടുത്ത പ്രോബിലിറ്റി ദാറ്റ് one of the building that violate building code, that is equal to probability of x is equal to 1. x is equal to 1 എന്ന് പറയുമ്പോൾ സെയിം ഫോമിലേക്ക് എക്സിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ 4C1 1/3 raised to 1 into 2/3 raised to 4 minus 1. That is equal to 4C1 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 into 1/3 into 2/3 the whole cube. അത് എത്ര ആൻസർ എന്നുള്ളത് കാൽക്കുലേറ്റർ നോക്കി സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 2 of the new building that violate the building code. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ എടുക്കേണ്ടത്? എപ്പോഴും പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറവ് 2 ആണ്. അപ്പോൾ അതിൽ കൂടുതലായാലും നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരണം? പി ഓഫ് 2 പ്ലസ് പി ഓഫ് 3 പ്ലസ് പി ഓഫ് 4 വരണം. പി ഓഫ് 2 പ്ലസ് പി ഓഫ് 3 പ്ലസ് പി ഓഫ് 4. അത് നമുക്ക് 3 എണ്ണം ആഡ് ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടം എന്താണ്? 1 മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ 2 ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ്? ദറ്റ് ഈസ് 1 മൈനസ് പി ഓഫ് 0 പ്ലസ് പി ഓഫ് 1. രണ്ടെണ്ണം ഫൈൻഡ് ചെയ്താൽ മതി. ദറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് 0. നമ്മൾ ഓൾറെഡി ഇവിടെ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഫൈൻഡ് ചെയ്തത്. അതെന്തായിരുന്നു? 2/3 റൈസ് ടു 4. അതല്ല പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 നമ്മൾ ഫൈൻഡ് ചെയ്തതാണ്. ആ കിട്ടിയ ആൻസർ 4 into 1/3 into 2/3 the whole cube. അത് രണ്ടും കൂടെ സിംപ്ലിഫൈ ചെയ്ത് ആ കിട്ടിയ ആൻസർ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അത് രണ്ടും ഇവിടെ എടുത്ത് ആഡ് ചെയ്ത് എഴുതിയാൽ മതി. ഇസ് ഈക്വൽ ടു ഇത് എന്താണോ കാൽക്കുലേറ്റർ കിട്ടുന്നത് അതായിരിക്കും എൻ്റെ ആൻസർ. ഓക്കെ,
അപ്പം ബൈനോമിയൽ ഇപ്പം നമ്മൾ എപ്പോഴും എക്സാമിന് ചോദിക്കുമ്പം ബൈനോമിയലാണോ ബോയ്സോൺ ആണോ ഇങ്ങനെ ഓരോ എല്ലാ ഡിസ്ട്രിബ്യൂഷനും മനസ്സിലായിരിക്കും. അതിൽ ആദ്യത്തെ ഡിസ്ട്രിബ്യൂഷൻ മുതൽ ഇങ്ങനെ ചിന്തിച്ച് തുടങ്ങാം. ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ എൻ ഉണ്ടോ എന്നാണ് നോക്കിയത്. ഒന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഞാനിവിടെ എന്തെങ്കിലും നമ്പർ തന്നിട്ടുണ്ട് 4. ആ 4 വലുതാണോ ചെറുതാണോ? ചെറുതായിരുന്നു. അതുകൊണ്ട് ഇത് ബൈനോമിയൽ. സപ്പോസ് ഇത് എൻ എന്നുള്ളിടത്ത് 40 ആയിരുന്നുവെങ്കിലോ ഞാൻ എന്ത് യൂസ് ചെയ്യുന്നു? ഇവിടെ ഡയറക്റ്റ് ആയിട്ട് പോയ്സോൺ യൂസ് ചെയ്യാം. അപ്പോൾ ലാംഡയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ലാംഡ ഈക്വൽ ടു എൻ പി എന്ന് എഴുതുമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Prove that binomial distribution with parameter n and p can be approximated to Poisson distribution when n is large and p is small with np equal to lambda a constant. ഇത് ഞാൻ ഫോമുല ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ പറഞ്ഞതാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നാണ് നമുക്ക് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. എങ്ങനെയാണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ n എന്ന് പറയുന്ന ലാർജ് ക്വാണ്ടിറ്റിയും p എന്ന് പറയുന്ന സ്മോൾ ക്വാണ്ടിറ്റിയാണ് അസ്യൂം ചെയ്താൽ ലാംഡ എൻ പിക്ക് ലാംഡ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടും? അവിടെ നമുക്ക് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോം ചെയ്തെടുക്കാൻ പറ്റും. ആ ഡെറിവേഷനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് ഇതിനകത്ത് ബൈനോമിയൽ, പോസോൺ, യൂണിഫോം, എക്സ്പോണൻഷ്യൽ ഈ 4 ഡിസ്ട്രിബ്യൂഷൻ്റെയും എന്ത് മീൻ ആൻഡ് വേരിയൻസ് ഡിറൈവ് ചെയ്യാൻ പഠിച്ചു വെച്ചേക്കണം. അതേപോലെ പഠിക്കേണ്ട ഒരു തിയറി ക്വസ്റ്റ്യൻ ആണിത്. അത് ബൈനോമിയൽ നിന്നാണ് പോസോൺ ഡിറൈവ് ചെയ്തെടുക്കുന്നതെന്നുള്ള ഒരു ഡെഫിനിഷൻ. ലിമിറ്റിംഗ് കേസ്, അതായത് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ദ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെ വേണേൽ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഈ 5 എണ്ണം പഠിച്ചാൽ അതിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് എല്ലാ പ്രാവശ്യം എക്സാമിന് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഈ 5 എണ്ണം നിങ്ങൾ പഠിച്ചു വെച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെന്താ അവർ തന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ എന്നും പിയും നമ്മൾ എന്ത് ചെയ്യുക? എൻ പിക്ക് ലാംഡ എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഡിറൈവ് ചെയ്യാൻ. ഓക്കെ, അപ്പം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF എന്തുവാണ്? PDF ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് P of x is equal to NCx P raised to x Q raised to n minus x, where x is equal to 0, 1, 2, etc. up to n. Okay. ഇനി അവരെന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എൻ പി ഈക്വൽ ടു ഇവൺ എൻ പി ഇസ് ഈക്വൽ ടു ലാംഡ. എനിക്കിവിടെ എൻ പി ഒന്നും എടുത്തില്ലല്ലോ, പി ഉണ്ടല്ലോ. പി ഇസ് ഈക്വൽ ടു ഇപ്പം ഞാൻ ലാംഡ ബൈ എൻ എന്ന് എടുത്തോട്ടെ. നമുക്കറിയാം പി പ്ലസ് ക്യൂ എന്തുവാണ്? സിൻസ് പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 1, ക്യൂ ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ആണ്. അപ്പോൾ ക്യൂ ഇസ് ഈക്വൽ ടു പിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത ക്യൂ എന്ന് പറയുന്നത് എന്താ? 1 മൈനസ് ലാംഡ ബൈ എൻ എന്നാണ്. അപ്പോൾ അതും ഞാനിവിടെ കിട്ടി. അതിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുവാണ്? ഈ പ്രോബബിലിറ്റിക്കകത്ത് പിയുടെയും ക്യൂവിൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദെയർഫോർ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൻ സി എക്സ്, പിയുടെ സ്ഥാനത്ത് ലാംഡ ബൈ എൻ ദ ഹോൾ റൈസ് ടു എക്സ് ഇൻറ്റു ക്യൂവിൻ്റെ സ്ഥാനത്ത് 1 മൈനസ് ലാംഡ ബൈ എൻ ദ ഹോൾ റൈസ് ടു എൻ മൈനസ് എക്സ്, വേർ എക്സ് ഇസ് ഈക്വൽ ടു 0, 1, 2, etc. up to n. ഓക്കെ, എൻ സി എക്സ് എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞാൽ എൻ സി എക്സ് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു എൻ മൈനസ് ഓഫ് എക്സ് പ്ലസ് 1 the whole by n മൈനസ് ഓഫ് എക്സ് മൈനസ് 1 ആണ്. സോറി, ഞാൻ എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞു. അപ്പോൾ എൻ മൈനസ് ഓഫ് എക്സ് മൈനസ് 1 ബൈ ഈ താഴെയുള്ള എക്സിനെ ഞാൻ എക്സ് ഫാക്ടോറിയൽ എന്നിട്ട് ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ബൈ എൻ റൈസ് ടു എക്സ് എന്ന് എഴുതുവാണ്. ലാംഡ ബൈ എൻ ദ ഹോൾ റൈസ് ടു എക്സിന് ലാംഡ റൈസ് ടു എക്സ് ബൈ എൻ റൈസ് ടു എക്സ് ഇൻറ്റു ഈ ബ്രാക്കറ്റ് ഇങ്ങനെ കിടന്നോട്ടെ 1 മൈനസ് ലാംഡ ബൈ എൻ ദ ഹോൾ റൈസ് ടു എൻ മൈനസ് എക്സ്. ഓക്കെ, ഇനി ഈ ഓരോ ബ്രാക്കറ്റിന് ഞാൻ എൻ പുറത്തേക്ക് എടുക്കുവാണ്. ഓരോ ബ്രാക്കറ്റിന് എൻ പുറത്തേക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ ബ്രാക്കറ്റിന് എൻ പുറത്തേക്ക് വന്നു, അത് എന്തുവാകും എന്നുള്ള പിന്നെ നമുക്ക് ആലോചിക്കാം. എൻ പുറത്തേക്ക് വന്നു, അപ്പോൾ എൻ ഇവിടെ ഓൾറെഡി ഉണ്ട്, അത് എൻ സ്ക്വയർ ആവും. ബ്രാക്കറ്റിനകത്ത് എന്താവും? 1 മൈനസ് 1 ബൈ എൻ. എല്ലാം കൂടി ചേർത്ത് ഏറ്റവും അവസാനം എഴുതാവേ. അപ്പം അടുത്ത രണ്ടാമത്തെ ബ്രാക്കറ്റിന് വരുമ്പോൾ 1 മൈനസ് 2 ബൈ എൻ എക്സെട്ര ഏറ്റവും അവസാനം എൻ മൈനസ് ഓഫ് എക്സ് മൈനസ് 1 ബൈ എൻ. അപ്പം 1, 2, 3 എക്സെട്ര അപ് ടു എക്സ് മൈനസ് 1 ഇത്രയും ടേമിൽ നിന്ന് പുറത്തേക്ക് എൻ വന്നപ്പം എൻ റൈസ് ടു എക്സ് മൈനസ് 1. ഓൾറെഡി പുറത്തൊരു എൻ ഉണ്ടായിരുന്നു ഇൻറ്റു എൻ. അപ്പം പുറത്ത് എന്താ ശരിക്കും വരണേ? എൻ റൈസ് ടു എക്സ്. രണ്ടുപേരുടെയും പവർ എന്ന് പറയുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഇത് എൻ റൈസ് ടു എക്സ് എന്നല്ലേ ആവുക, കാരണം ഇത് എൻ റൈസ് ടു 1 ആണ്. അതിൻ്റെ പവറുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? ബാക്കി എൻ റൈസ് ടു എക്സ് ദ ഹോൾ ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ബൈ എൻ റൈസ് ടു എക്സ് ഇൻറ്റു 1 മൈനസ് ലാംഡ ബൈ എൻ ദ ഹോൾ റൈസ് ടു എൻ മൈനസ് എക്സ്. ഇനി ഇത് ഈ എൻ റൈസ് ടു എക്സും എൻ റൈസ് ടു എക്സും ക്യാൻസൽ ആയി പോകും. ഓക്കെ, അടുത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ
n tends to infinity, we will choose, okay, നമ്മൾ n tends to infinity എന്ന് ചൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ n tends to infinity ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞിട്ട്, ഇത് 1 മൈനസ് ലാംഡ ബൈ എൻ ദ ഹോൾ റൈസ് ടു n ഇൻറ്റു 1 മൈനസ് ലാംഡ ബൈ എൻ ദ ഹോൾ റൈസ് ടു എക്സ് മൈനസ് എക്സ്. ഞാൻ ഇനി പറയാം ഇതിപ്പോൾ എങ്ങനെ എഴുതിയതെന്ന് പറഞ്ഞാൽ, n എന്ന് പറയുന്ന ആൾ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ 1 ബൈ ഇൻഫിനിറ്റി 0 ആണ്. 1 ബൈ ഇൻഫിനിറ്റി 0 ആകുമ്പം ഇവിടെ നോക്കി 1 മൈനസ് 0 1 മൈനസ് 0 1 മൈനസ് 0, അത് 1 ഇൻറ്റു 1 ഇൻറ്റു 1 ഇൻറ്റു 1, ദാറ്റ് മീൻസ് 1. ബാക്കി ഇവിടെ ഉള്ളത് ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇനി ഇവിടെ n എന്ന് പറയുന്ന ഇൻഫിനിറ്റി ആയി പോകുമ്പോൾ എന്താണ് എന്നല്ലേ ഇപ്പോൾ ആലോചിക്കുന്നത്, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് 2 ഫോമുല പറയണം. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ 1 മൈനസ് ലാംഡ ബൈ എൻ ദ ഹോൾ റൈസ് ടു n ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു e റൈസ് ടു മൈനസ് ലാംഡ ആണ്. അതുപോലെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലാംഡ ബൈ n ദ ഹോൾ റൈസ് ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. ഓക്കെ, ഇത് രണ്ടും ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കണം. അപ്പോൾ എന്തായി മാറും, ഈ 1 മൈനസ് ലാംഡ ബൈ എൻ ദ ഹോൾ റൈസ് ടു എൻ എന്നുള്ളത് ഇ റൈസ് ടു മൈനസ് ലാംഡായി മാറും. 1 മൈനസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. ചൂസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ആ n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഇവിടെ രണ്ടിടത്ത് എഴുതേണ്ട കാര്യമാണ്. ഞാൻ ഈ സ്റ്റെപ്പിൽ വെച്ചിട്ടാണ് ഇതിവിടെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാത്ത കാരണം ഇവിടെ വെച്ച് ഞാനിത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ട് ഇപ്പോൾ പറയുവാണ്. ഇവിടെ n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഇയാൾക്ക് എന്ത് പറ്റും, അയാളെന്ന് പറയുന്നത് ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു ഈ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് ലാംഡ ആവും. ഈ റൈസ് ടു മൈനസ് എക്സ് എന്ന് വരുന്ന ബ്രാക്കറ്റ് എന്താവും, 1 ആവും. അതൊന്നും ഓർമ്മിക്കാൻ വയ്യെങ്കിൽ എന്ത് ചെയ്യണം, ഇത്ര എഴുതിയിട്ട് ചൂസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എഴുതിയിട്ട് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോമിൽ എന്തുവാണോ അതവിടെ എഴുതി വയ്ക്കുക. പോസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോമിൽ എന്തുവാണ്, ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. കൂടുതലൊന്നും ചിന്തിക്കേണ്ട. വേറെ എക്സ് ഇസ് ഈക്വൽ ടു 0 1 2 എക്സെട്ര. n എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്, അതുകൊണ്ടാണ് എക്സെട്ര എന്ന് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഈ ഡെറിവേഷൻ ഇത് 7 മാർക്കിന് 8 മാർക്കിന് ചോദിച്ചാലും ആദ്യം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെറിവേഷൻ എഴുതുക. പിക്ക് എൻ പി ഈക്വൽ ടു ലാംഡ, അവിടുന്ന് പി ഈക്വൽ ടു ലാംഡ ബൈ എൻ. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് അതനുസരിച്ച് 1 മൈനസ് പി എന്ന് പറഞ്ഞാൽ എഴുതി വയ്ക്കുക. അത് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അപ് ടു എക്സ് മൈനസ് 1 ആണെന്ന് ഓർത്തോളണം. കാരണം നമുക്ക് n ഇത് ഇത്രയും പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് n റൈസ് ടു എക്സ് ആണ് കട്ടായി പോയത്. അതുകൊണ്ടാണ് ഇവിടെ n മൈനസ് ഓഫ് എക്സ് മൈനസ് 1 വന്നത്. ഓക്കെ, എന്നിട്ട് പിന്നെ n ടെൻസ് ഇതിനൊന്ന് അതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നിർത്തണം. ഇവിടുന്ന് ഓരോന്നിനും n കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. ഇത്രയും സ്റ്റെപ്പ് ഒന്ന് ഓർത്ത് വയ്ക്കാമെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുള്ള ഈ സ്റ്റെപ്പ് ഒന്നും പരീക്ഷയ്ക്ക് അതിനൊന്നും മാർക്കില്ല, എഴുതണം നിർബന്ധമില്ല. ഇഫ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഈ ഫോമിൽ എഴുതി വെച്ചാൽ മതി. ബാക്കി ഇതെല്ലാം നമുക്ക് മനസ്സിൽ ഓർമ്മ ഉണ്ടായതുകൊണ്ട് എഴുതി എന്ന് വിചാരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റെപ്പ് മനസ്സിലാൻ വേണ്ടി ഞാൻ പറഞ്ഞാണ്. ഇതൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോമിൽ എഴുതിയാൽ മതി. ഇതൊരു 7 മാർക്കിൻ്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് എന്താക്കി മാറ്റി, പോസോൺ ഡിസ്ട്രിബ്യൂഷനാക്കി മാറ്റി. ഇതുകൊണ്ടാണ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ലാംഡ വന്നിട്ടില്ലെങ്കിൽ ലാംഡ ഈക്വൽ ടു നമ്മൾ എന്തെന്ന് എടുക്കുന്നത്, ലാംഡ ഈക്വൽ ടു എൻ പി എന്ന് പറഞ്ഞെടുത്തിട്ട് പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, നോക്കിയേ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഫോർ ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഗിവൺ ബിലോ. Hence find mean and variance where f of x is equal to k x cube for 0 less than x less than 1 and 0 other ways. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തുവാണ്, ഇത് ഡിസ്ക്രീറ്റ് ആണോ കണ്ടിന്യൂസ് ആണോ, അതാണ് ആദ്യം ആലോചിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫോമുല ഉണ്ട്. നമ്മൾ ഫോമുല നോക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത് എന്തുവാണ്, സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ ഇൻ്റർവൽ ആയിട്ടൊക്കെ തന്നിരുന്ന a ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി അല്ലെങ്കിൽ a കോമ ബി എന്നുള്ള ഫോമിൽ ക്വസ്റ്റിനകത്ത് ഉണ്ടെങ്കിൽ അതെപ്പോഴും എന്താണ്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. ഇതിൽ എന്തൊക്കെ ഫൈൻഡ് ചെയ്യണം എന്നൊരു പറഞ്ഞിരിക്കുന്നത്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ, കെയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞതല്ലേ, കെയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഡിസ്ക്രീറ്റിലാണെങ്കിൽ സമ്മേഷൻ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് എടുക്കുക. കണ്ടിന്യൂസിലാണെങ്കിൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് എടുക്കുക. അപ്പോൾ ഞാൻ ആ ഫോമിൽ ആദ്യം എഴുതുവാണ്. വി നോ ദാറ്റ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഇത് പ്രോബ്ലം തുടങ്ങുന്നതിന് മുമ്പ് തന്നിരിക്കുന്ന ഇൻ്റർവൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുകയെന്ന് വെച്ചു. സ്പ്ലിറ്റ് ചെയ്യാൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിക്കിടയിൽ ഇൻ്റർവെല്ലിൽ 0 to 1 ആണ്. 0 മുതൽ 1 വരെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ കെ ഇൻറ്റു എക്സ് ക്യൂബും 0 അതർവൈസ് അങ്ങനെ അല്ലാതെ കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം 0യും എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയെ സ്പ്ലിറ്റ് ചെയ്താൽ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം, ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് അടുത്തെന്താ കിടക്കുന്നത് 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് അടുത്തെന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. ഇതിൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 വരെ എന്താ ഫംഗ്ഷൻ 0 ആണ്, 1 to ഇൻഫിനിറ്റി വരെയും 0 ആണ്. ഈ രണ്ടുപേരും 0 ആണ്. ആകെ ഈ 0 to 1 മാത്രം എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്തുള്ളൂ, ഇൻ്റഗ്രൽ 0 to 1 അവിടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്തുവാണ്, കെ എക്സ് ക്യൂബ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1.
നമുക്ക് ഈ കെ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. therefore k ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്, എക്സ് റേസ് ടു 4/4 ലിമിറ്റ് ഈസ് ഫ്രം 0 to 1 ഇസ് ഈക്വൽ ടു 1. ഓക്കെ, k/4 ഞാനങ്ങ് പുറത്തേക്ക് എടുത്തു. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം 1 - 0 ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. 1 - 0 എന്ന് പറഞ്ഞാൽ എന്താ, 1 തന്നെ. ദറ്റ് ഇസ് k ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി എനിക്ക്, k ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. therefore ഡിസ്ട്രിബ്യൂഷൻ അല്ല, therefore the probability density function f of x is equal to kയുടെ സ്ഥാനത്ത് എന്താ എഴുതേണ്ടത്, 4 ഇൻറ്റു എക്സ് ക്യൂബ് ഫോർ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ഓർ 0 അതർവൈസ്. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമ്മൾ എടുത്തെഴുതി. ക്വസ്റ്റ്യൻ അവിടെ തീർന്നോ? ഇല്ല. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ത്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ കിടക്കണേ, ഫൈൻഡ് മീൻ ആൻഡ് വേരിയൻസ് എന്ന് കിടപ്പുണ്ട്. അപ്പോൾ മീനും വേരിയൻസും ആണ് അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. മീൻ ഫൈൻഡ് ചെയ്യേണ്ട ഫോമുല എന്തുവാണ്, മീൻ ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫോമുല എഴുതിയ കാര്യം ഓർക്കുക. രണ്ടും നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യണം, ഫോമുല എഴുതി വെച്ചേക്കുന്നത് നോക്കിയിട്ട്. ഡിസ്ക്രീറ്റിലാണെങ്കിൽ സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്, ബട്ട് കണ്ടിന്യൂസിനകത്താണെങ്കിൽ ഫോമുല എന്തുവാ, ഇൻ്റഗ്രൽ -∞ to ∞ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണല്ലോ. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് മനസ്സിലായതും കാരണം 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ രീതിയിൽ ഇൻ്റർവൽ തന്നുകൊണ്ടാണ് അത് കണ്ടിന്യൂസ് ആണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഈ ഫോമുല ഏതായതുണ്ട്, ഇൻ്റഗ്രൽ -∞ to ∞ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഇതുപോലെ മീൻ ചോദിച്ചിരുന്നെങ്കിലോ, കഴിഞ്ഞ പ്രോബ്ലം എന്ന് പറയുന്നത് എന്തായിരുന്നു, ഡിസ്ക്രീറ്റ് ആയിരുന്നു. അവിടെ നമ്മൾ എഴുതേണ്ട ഫോമുല സമ്മേഷൻ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് എന്നുള്ളതായിരുന്നു അവിടെ എഴുതേണ്ട ഫോമുല. ഓക്കെ, ഇൻ്റഗ്രൽ -∞ to ∞ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. നമുക്കിനി ഇതിൽ ഇൻ്റഗ്രൽ -∞ to ∞ എന്ന് പറയുമ്പോൾ എന്ത് മാത്രം എക്സിസ്റ്റ് ചെയ്തുള്ളൂ, -∞ to 0 എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആണ്. അടുത്ത ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ 4x³ ആണ്. കെയുടെ വാല്യൂ എന്തെന്ന് കിട്ടി, 4 എന്ന് കിട്ടി. അപ്പോൾ 0 to 1 ഈ കെ എന്ന് പറയുന്ന സാധനം 4 ആയി മാറി. ഓക്കെ, dx പ്ലസ് അടുത്ത എന്തുവായിരുന്നു, ഇൻ്റഗ്രൽ 1 to ∞ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ആദ്യത്തെ അവസാനത്തെ ഇൻ്റഗ്രൽ പോയി കിട്ടി. നടുക്കുള്ള ആൾ നമ്മൾ 4നെ പുറത്തേക്ക് എടുക്കുവാണെങ്കിൽ 4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 x³ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 4 dx എന്നായി. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു എക്സ് റേസ് ടു 4ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 5/5 ലിമിറ്റ് ഈസ് ഫ്രം 0 to 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/5. ആ 5നെ പുറത്തേക്ക് എടുത്താണേ. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സോ ആൻസർ ഇസ് ഈക്വൽ ടു 4/5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4/5 എന്ന് കിട്ടി. ക്വസ്റ്റ്യൻ അവിടെ തീർന്നോ? ഇല്ല. ഓൾസോ ഫൈൻഡ് വേരിയൻസ് എന്ന് ക്വസ്റ്റ്യനിൽ കിടപ്പുണ്ട്. അപ്പോൾ വേരിയൻസ് എന്ന് ക്വസ്റ്റ്യനിൽ കിടക്കുന്ന കാരണം വേരിയൻസ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യേണ്ട ഫോമുല എന്തുവാണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തന്നു, ഡിസ്ക്രീറ്റ് ലൈനും കണ്ടിന്യൂസ് ലൈനും വേരിയൻസിന്റെ ഫോമുല സെയിം ആണ്. എന്ത് മാത്രമേ വ്യത്യാസമുള്ളൂ, ഇ ഓഫ് എക്സും ഇ ഓഫ് എക്സ് സ്ക്വയറും ഫൈൻഡ് ചെയ്യുന്ന ഫോമുലക്കകത്ത് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇ ഓഫ് എക്സ് നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ച് 4/5 എന്ന്. ഇനി എന്തുകൂടെ ഫൈൻഡ് ചെയ്യേണ്ടത്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഫൈൻഡ് ചെയ്യേണ്ട ഫോമുല എന്തുവാണ്, ഇൻ്റഗ്രൽ -∞ to ∞ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ ഈ -∞ to ∞ സ്പ്ലിറ്റ് ചെയ്താൽ ഇതുപോലെ 3ആയിട്ട് വരും. ആ 3ആയിട്ട് വരുന്നത് നമ്മളിവിടെ എഴുതണോ, നമുക്ക് ആവശ്യമുള്ള ആളെ മാത്രം എഴുതാം. ഇൻ്റഗ്രൽ 0 to 1 മാത്രമല്ലേ നിൽക്കത്തുള്ളൂ, അതുകൊണ്ട് അത് മാത്രം എഴുതി. എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 4x³ dx ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആ 4നെ നമ്മളങ്ങ് പുറത്തേക്ക് എടുത്തു. ഇൻ്റഗ്രൽ 0 to 1 x³ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 5 dx ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു എക്സ് റേസ് ടു 5ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 6/6. ലിമിറ്റ് ഈസ് ഫ്രം 0 to 1. സോ ആൻസർ എന്താ കിട്ടണേ, 4/6. 6നെ നമ്മൾ പുറത്തേക്ക് എടുക്കും, അപ്പർ ലിമിറ്റ് എടുക്കുമ്പോൾ 1 - 0, അങ്ങനെയാണത് 4/6 എന്നാണ്. ഓക്കെ, therefore വേരിയൻസ് എന്ന് പറയുന്ന സംഭവം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ, ഇപ്പോൾ കിട്ടിയ ആൻസർ 4/6 മൈനസ് ഓഫ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4/5 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ 2/25 2/75 ആണെന്ന് തോന്നുന്നു. അത് നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നുന്നത്, നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ എന്ത് മനസ്സിലാക്കി, നമ്മൾ ആദ്യം 2 ഫോമുല പഠിച്ചു. എന്തൊക്കെയാണ് പഠിച്ചത്, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യനിൽ ഡിസ്ക്രീറ്റ് ആണോ കണ്ടിന്യൂസ് ആണോ എന്ന് പറയാണ്ട് 2 ക്വസ്റ്റ്യൻ തന്നു. അപ്പോൾ ആ 2 ക്വസ്റ്റ്യനിലും ഇതിനകത്തുള്ള എല്ലാ ഫോമുലയും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ അത് ഡിസ്ക്രീറ്റ് ആണെന്ന് എങ്ങനെ തിരിച്ചറിയും, കണ്ടിന്യൂസ് ആണ് എന്ന് എങ്ങനെ നിങ്ങൾ തിരിച്ചറിയും എന്നറിയാം. അപ്പം ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ ഞാൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ കേസും കെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ കണ്ടിന്യൂസിൻ്റെ കേസിൽ കെ
വരുന്നത് മീനും വേരിയൻസും വന്നു. നമ്മളിനി യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിരുന്നുണ്ട്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നോക്കുമ്പം ബാക്കി മീൻ വേരിയൻസ് ഒക്കെ ഫൈൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കിട്ടിക്കോളും. ഓക്കെ, അപ്പം ഇതിപ്പോൾ ക്രാഷ് കോഴ്സ് പോലെ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് പെട്ടെന്ന് പഠിക്കുന്ന കാരണം നമുക്ക് എല്ലാ പ്രോബ്ലവും എനിക്ക് പറഞ്ഞുതരാൻ പറ്റത്തില്ല. ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളെ ക്വസ്റ്റ്യൻ ഒന്നുകിൽ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ ഫോമിൽ എഴുതുന്നതിന് ഒരു മാർക്ക് കിട്ടും. ഇന്റഗ്രൽ -∞ to ∞ f(x) dx = 1 എന്ന് എഴുതുന്നതിന് ഒരു മാർക്ക് കിട്ടും. കെയുടെ വാല്യൂ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ പിന്നെ ഒരു മാർക്ക് കിട്ടും. അപ്പോൾ അത് 2 മാർക്കായി. മീനിൻ്റെ ഫോമുല കറക്റ്റ് ആകുമ്പോൾ ഒരു മാർക്ക് കിട്ടും. അതിൻ്റെ ആൻസർ ഇൻറ്റഗ്രേഷൻ കഴിഞ്ഞതിൻ്റെ ആൻസർ കറക്റ്റ് ആകുമ്പോൾ ഒരു മാർക്ക് കിട്ടും. അപ്പോൾ 4 മാർക്കായി. വേരിയൻസിൻ്റെ ഫോമുല കറക്റ്റ് ആവുന്നതിന് ഒരു മാർക്ക് കിട്ടും, 5ാമത്തെ മാർക്ക്. എക്സ്പെക്ടേഷൻ ഓഫ് x² കറക്റ്റ് ആകുമ്പോഴേക്കും ഒരു മാർക്ക് കിട്ടും, 6ാമത്തെ മാർക്ക്. വേരിയൻസിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ ഫൈനലിൽ കറക്റ്റ് ആകുമ്പോഴേക്കും വീണ്ടും ഒരു മാർക്ക് കൂടെ കിട്ടും. 7 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ. സപ്പോസ് ഇത് 8 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ വേരിയൻസ് ഓഫ് എക്സിൻ്റെ ഫോമുല കിട്ടിയിട്ട് എക്സ്പെക്ടേഷൻ ഓഫ് x² ആൻസറിനല്ല മാർക്ക്, എക്സ്പെക്ടേഷൻ ഓഫ് x² ഫോമിലേക്ക് മാർക്ക് കിട്ടും, എക്സ്പെക്ടേഷൻ ഓഫ് x² ആൻസറിന് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് ഈ സ്റ്റെപ്പ് മാർക്കെങ്കിലും കിട്ടണം. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് ചോദിക്കുവാണ്, നമുക്ക് ഇൻ്റഗ്രേഷൻ അറിയാത്ത ഒരാളാണ് നമ്മളെങ്കിൽ നമ്മളെങ്ങനെ ഇത് ചെയ്യണം? നമുക്ക് ഈ കെ ഫൈൻഡ് ചെയ്യണ പ്രോബ്ലത്തിനെല്ലാം ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എന്താണോ ലിമിറ്റ് തന്നിരിക്കുന്നത് ആ ലിമിറ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കെയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ നിങ്ങൾ നോക്കുക. അത് മിക്കവാറും എളുപ്പമുള്ള ഇൻ്റഗ്രേഷൻ ആയിരിക്കും. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഇൻ്റഗ്രേഷനേ വരത്തുള്ളൂ. അത് ആ കെയും ഇനി ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മീനും വേരിയൻസും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ മീനും വേരിയൻസിൻ്റെ ഫോമിലെങ്കിലും എഴുതണം. E(x) ഇപ്പോൾ കണ്ടിന്യൂസിലാണെങ്കിൽ E(x) = (∞) to ∞ x × f(x) dx. ഈ തന്നേക്കുന്നതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. ഇപ്പോൾ കെ ഫൈൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കെ എന്ന് തന്നെ അവിടെ ഇട്ടേക്കുക. വേരിയൻസിൻ്റെ ഫോമിൽ എഴുതുക, അതുപോലെ എക്സ്പെക്ടേഷൻ ഓഫ് x² ഫോമിൽ എഴുതുക. അപ്പോൾ ഇതെല്ലാം എഴുതുമ്പം നമുക്ക് കെയുടെ വാല്യൂ തെറ്റിപ്പോയാലും നമുക്കൊരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ 2 മാർക്കെങ്കിലും കിട്ടും. നമുക്ക് ഏറ്റവും ലാസ്റ്റ് മോഡ്യൂൾ നല്ല ഈസി ആയിട്ടുള്ള മോഡ്യൂളായിരിക്കും. കാരണം അതിനകത്ത് ഫോമിൽ മാത്രം ഓർത്തിരുന്ന അത് ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ഒന്നും വരത്തില്ല. അപ്പം ആ മോഡ്യൂളിനൊപ്പം നമ്മൾ ഈ മോഡ്യൂളിലും കൂടെ മാർക്ക് സ്കോർ ചെയ്താലേ നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും മിനിമം ഒരു 3 or 4 മാർക്ക് കിട്ടുന്ന രീതിയിൽ നമുക്ക് എഴുതാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഷുവറായിട്ട് ജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ഇൻ്റഗ്രേഷൻ അറിയാത്തൊരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. അയാൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അയാൾക്ക് 2 മാർക്ക് ഈ ഫോമിലേന് കിട്ടും. Okay, next question. A random variable has normal distribution with mu. Mean തന്നിട്ടുണ്ട്. mu is equal to തന്നിരിക്കുന്നത് mu is equal to 62.4 and standard deviation if the find its standard deviation. നമുക്ക് standard deviation find ചെയ്യണം. If its probability is 0.2 and the probability എന്തുവാണ് 0.2 that it will take on a value greater than 79.2. അതായത് ഏതു p of x greater than 79.2 ആയപ്പോൾ ഉള്ള പ്രോബിലിറ്റി 0.2 ആണ് തന്നിട്ടുണ്ട്. അതാണ് if the probability is 0.2, probability equal to 0.2, that it will take on a value greater than 79.2. 79.2 എന്നുള്ളൊരു വാല്യൂ, പ്രോബിലിറ്റി ഓഫ് x greater than 79.2 എന്ന് പറയുന്നതിൻ്റെ പ്രോബിലിറ്റി 0.2 ആകുമ്പോൾ ഉള്ള സിഗ്മ ഫൈൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആദ്യം ഫോമുല ഡെറൈവ് ചെയ്ത് തന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഒരിക്കലും ഫോമുല യൂസ് ചെയ്യത്തില്ല. എക്സ് എന്നുള്ളത് കണ്ടാൽ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും, ഇസറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടേ ബാക്കി എന്തും ചിന്തിക്കത്തുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഡയറക്റ്റ് ഇത് എപ്പോഴും നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യനാണ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ആദ്യമേ എന്ത് എഴുതും, നമുക്ക് ഇസഡ് എന്താണെന്നറിയാം. ഇസഡ് ഇസ് ഈക്വൽ ടു x മൈനസ് മ്യൂ ബൈ സിഗ്മ എന്നറിയാം. ഈ ഒരു മാർക്ക് മേടിച്ചിട്ടേ ഇനി ബാക്കി കാര്യമുള്ളൂ. അപ്പോൾ പി ഓഫ് എക്സിനെ ഇസഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ greater than 79.2 minus mu by sigma is equal to 0.2 എന്ന് എഴുതി. ഓക്കെ, ഇനി നോക്കിക്കേ, ദർ ഈസ് പി ഓഫ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് പറയുന്നതാണ് ഇസഡ് ഗ്രേറ്റർ ദാൻ 79.2 മൈനസ് മ്യൂ എന്ന് പറയുന്നത് 62.4 ബൈ സിഗ്മ ഇസ് ഈക്വൽ ടു 0.2. ഓക്കെ, അപ്പോൾ 79.2 മൈനസ് 62.4 എത്രയാണ് നമ്മൾ നോക്കണം. അപ്പോൾ അത് 79.2 minus 62.4 is equal to 16.8. Probability of Z greater than 16.8 by sigma is equal to 0.2. Okay, ഈ 16.8 by sigma നമുക്കറിയാം. നമുക്കതിന് ടേബിൾ വരച്ചാലല്ലേ എപ്പോഴും പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, അതിൻ്റെ ടേബിൾ വരയ്ക്കുകയാണ്. ടേബിൾ ഇതിൽ വരച്ചു. പറയുന്നുണ്ട് പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 79.2 ആണ് എത്രയെന്ന് പറഞ്ഞിരിക്കുന്നത്, 0.2 തന്നിരിക്കുന്നത്.
ഓക്കെ, നമ്മൾ ഈ ടേബിൾ വരച്ചു. ഇനി നോക്കിക്കോണേ, ഇപ്പോൾ ഇവിടെ നോക്കി പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈ വാല്യൂ 79.2. നമുക്കിത് മൊത്തം ഒരു 100 ആണെന്ന് വിചാരിക്കാം. കാരണം 1 ആണ് ടോട്ടൽ ഏരിയ. നമ്മൾ വിചാരിക്കും ഇത് മൊത്തം 100 ആണെന്ന്. അപ്പോൾ 79.2% എന്ന് പറഞ്ഞാൽ എത്ര? ഇത്ര 50ഉം ഇത് ഇത്ര 50 വരില്ലേ? അപ്പോൾ 50 പ്ലസ് സംതിങ് അല്ലേ 79.2. അപ്പോൾ ഈ ഇത്രയും പോർഷനാണ് ഈ 79.2 എന്ന് പറഞ്ഞിരിക്കുന്നത്. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 79.2. ഈ 79.2വിനേക്കാളും വലുതാവുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ഈ സൈഡിലുള്ള വാല്യൂ, ഈ വാല്യൂ ആണ് വരുന്നത്. ഇതിൻ്റെ പ്രോബിലിറ്റിയാണ്, ഈ പ്രോബിലിറ്റിയാണ് 0.2 എന്ന് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ 79.2 എന്ന് പറയുന്നത് ഇത്രയും ഏരിയയാണ്. അപ്പോൾ ഈ 16.8/σ എന്ന് പറയുന്ന ഈ ഒരു പോയിൻ്റാണ്. ഓക്കെ, ഇവിടുത്തെ പോയിൻ്റാണ് 79.2 എന്ന് പറഞ്ഞാൽ ഇത്രയും ഏരിയ നമ്മൾ എടുത്തിട്ടാണ്. ഒന്നുകൂടെ പറയാം, പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 79.2. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, പ്രോബിലിറ്റി തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ഈ ടോട്ടൽ ഏരിയ 100 ആണെന്ന് വിചാരിക്കണം. ഇത് ഈ 79.2 എന്ന് പറയുന്നത് മൊത്തത്തിൽ എത്ര? ഇവിടുന്നേ തുടങ്ങുന്നത് 0 മുതലാണെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ പോകണം. അപ്പോൾ 79.2 എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇതിൻ്റെ മുക്കാൽ ഭാഗം കഴിഞ്ഞു അല്ലേ? മുക്കാൽ ഭാഗം കഴിഞ്ഞിട്ട് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആണ്, പ്രോബിലിറ്റിയാണ് 0.2. സപ്പോസ് ഇത് ലെസ് ദാൻ എന്ന രീതിയിൽ തന്നിരുന്നെങ്കിൽ നമ്മൾ ഇപ്പുറത്തായിരുന്നു എടുത്തിരുന്നത്. അപ്പം ഈ ഒരു സ്ഥാനത്ത് നമ്മളിത് മാർക്ക് ചെയ്തു. നമ്മൾ ടേബിളിൽ നോക്കി കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഈ 0.2 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ഇതെങ്ങനെ, ഈ ഒരു ഏരിയ എങ്ങനെയായിരിക്കും എത്തിയിട്ടുണ്ടാവുക? ഈ 0.5ൽ നിന്ന് ഇത് മുതൽ ഇതുവരെയുള്ള ആളെ കുറച്ചിട്ടായിരിക്കും ഈ 0.2 എന്നുള്ള ആൻസർ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അതാണ് ഞാൻ എഴുതുന്നത്. 0.5 മൈനസ് ഇത് മുതൽ ഇതുവരെയുള്ള ഏരിയ കുറച്ചിട്ടായിരിക്കും നമുക്ക് 0.2 എന്നുള്ളത് കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു 0.5 മൈനസ് പി ഓഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇത് എന്താണ്? 16.8/σ ഇസ് ഈക്വൽ ടു ആണ് 0.2. നമ്മൾ 0.5 ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുവാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16.8 ഇസ് ഈക്വൽ ടു 0.5 മൈനസ് 0.2 ദറ്റ് ഈസ് 0.3. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ടേബിൾ എടുക്കണം. ആ ടേബിളിനകത്ത് 0.3 നോക്കണം. 16 മൈനസ് 8/σ ഞാനിവിടെ എഴുതാൻ വിട്ടുപോയതാണ്. ഈ ടേബിളിനകത്ത് നോക്കിയേ 0.3 എവിടെ? അകത്തുള്ള വാല്യൂസാണ് നോക്കണം. നമ്മൾ ഇതുവരെ ഇവിടെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇതിപ്പം ഇവിടുത്തെ വാല്യൂ നമ്മൾ നോക്കുന്നത് ഈ സംഭവത്തിനെയാണ് ഇവിടെ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആൻസർ ഈ ടേബിളിനകത്തുനിന്ന് കിട്ടും. ഇതിപ്പോൾ ഈ ടേബിളിൻ്റെ അകത്ത് ഈ വാല്യൂ ആണ് 0.3 എന്ന് പറഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 0.3 എവിടെ സ്റ്റാർട്ട് ചെയ്തു എന്ന് നമ്മൾ നോക്കുന്നത്. 0.3 0.2 ഇതേ ആയിട്ടേ ഉള്ളൂ. ഇവിടെ നിന്നാണ് 0.3 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കണ്ടോ, 0.3023 എന്ന് പറഞ്ഞത് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഈ 0.3023യുടെ നേരെ 0.8 ആണ് നടക്കുന്നത്. മുകളിലോട്ടാണെങ്കിൽ 5 ആണ് നടക്കുന്നത്. സോ എൻ്റെ അർത്ഥം 16.8/σ ഇസ് ഈക്വൽ ടു എത്രയാണ്? 0.85. അതെങ്ങനെ ഒന്നുകൂടെ പറയാം. നമ്മുടെ ഈ 0.3 ഈ വാല്യൂ ആണ് നമ്മൾ സാധാരണ നോക്കുമ്പോൾ 0.3 കിട്ടണം. നേരെ മറിച്ച് ഇവിടെ ഇപ്പോൾ 0.3ക്ക് നേരെ ഈ വാല്യൂ നോക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും എന്ത് കിട്ടുന്നത്? 0.3 നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് 0.3 നമ്മുടെ കയ്യിലുണ്ട്, ഈ വാല്യൂ നമുക്ക് അറിയില്ല. സിഗ്മ ഇല്ല, നമുക്ക് സിഗ്മയും കൂടെ കിട്ടിയാൽ ഈ വാല്യൂ കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ 0.3യുടെ നേരെയുള്ള, ഒരിക്കൽ കൂടെ പറയാം, 0.3 എവിടെയാണെന്ന് ഇങ്ങനെ നോക്കുവാണ്. ആ 0.3 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്, 0.3023. അപ്പോൾ അതിന് നേരെയുള്ള വാല്യൂ 0.8ഉം മുകളിലോട്ടുള്ള വാല്യൂ 5. അങ്ങനെയാണ് 0.85 എന്ന് എഴുതി. ആ 0.85 എന്തുവാണ്? ഇവിടെ വരുന്ന ആളുടെ വാല്യൂ ആണ് 0.85. 16.8/σ is equal to 0.85. Therefore, sigma is equal to 16.8/0.85. നമുക്ക് സിഗ്മയുടെ ആൻസർ കിട്ടിയില്ലേ? നമ്മുടെ അടുത്ത് എന്ത് മാത്രമേ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞുള്ളൂ? നമ്മുടെ അടുത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുവാണ്, നമ്മൾക്ക് മീനോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ ഫൈൻഡ് ചെയ്യാൻ ചോദിക്കും. പ്രോബിലിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. സോ അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇപ്പോൾ ഇവിടെ വരുന്നത് 19.76 എന്നാണ് ഇവിടെ ആൻസർ വരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. 2 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾ ടെസ്റ്റിലോ നോട്ടിലോ നോക്കി പഠിക്കുമ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നോക്കി പഠിക്കുക. നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് ഉറപ്പായിട്ട് എല്ലാ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് പ്രത്യേകം സ്ട്രെസ് ചെയ്ത് പഠിക്കണം. ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്തുവാണ്? ദ എമൗണ്ട് ഓഫ് ടൈം ദാറ്റ് എ സർവൈലൻസ് ക്യാമറ വിൽ റൺ വിത്തൗട്ട് ഹാവിംഗ് ടു ബി റീസെറ്റ് ഈസ് എ റാൻഡം വേരിയബിൾ ഹാവിംഗ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. ക്വസ്റ്റ്യനിൽ തന്നെ അവർ പറയുന്നുണ്ട് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ല. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി. വിത്ത് പാരാമീറ്റർ
50 ഡേയ്സ്. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനിലെ പാരാമീറ്ററാണ് നമ്മൾ എന്ത് പറയുന്ന ലാംഡ. ആ ലാംഡയാണ് 50 ഡേയ്സ് എന്നത് തന്നിരിക്കുന്നത്. ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് സച്ച് എ ക്യാമറ വിൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹാവ് ടു ബി റീസെറ്റ് ഇൻ ലെസ് ദാൻ 20 ഡേയ്സ്. 20 ദിവസത്തിനകം റീസെറ്റ് ചെയ്യേണ്ടി വരുന്നതിൻ്റെ ചാൻസ്. നോട്ട് ഹാവ് ടു ബി റീസെറ്റ് ഇൻ അറ്റ്ലീസ്റ്റ് 60 ഡേയ്സ്. 60 ദിവസത്തിനകം അറ്റ്ലീസ്റ്റ് 60 ഡേയ്സിനിടയിൽ റീസെറ്റ് ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റി. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതെല്ലാം പൊയ്ക്കോട്ടെ. നമ്മുടെ എന്താ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. അതിൻ്റെ ഫോമുല എഴുതി ലാംഡ തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 മാർക്ക് കിട്ടും. ആ 1 മാർക്കെങ്കിലും എല്ലാവരും മേടിക്കണം. അപ്പം ഓക്കെ, എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു. കഥ പോലെ ഇനി കൂടുതൽ വായിക്കില്ല. നമ്മൾ ആദ്യം എന്ത് എഴുതും? എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോമുല എഴുതും. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF എന്തുവാണ്? PDF of exponential distribution is f of x is equal to lambda into e raised to minus lambda x for x greater than or equal to 0 or 0 otherwise. ഇനി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് വിത്ത് പാരാമീറ്റർ 50 ഡേയ്സ്. അതായത് ഗിവൺ ലാംഡ ഇസ് ഈക്വൽ ടു 50. അതല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്തുവാകും? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 50 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 50 എക്സ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഓർ 0 അതർവൈസ്. അതായത് നമ്മളൊരു നമ്പർ ലൈൻ വരയ്ക്കുവാണെങ്കിൽ നമുക്ക് എപ്പോഴും 0 മുതൽ ഇൻഫിനിറ്റി വരെ ഉള്ളത് മതി. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനകത്ത് 0 ടു ഇൻഫിനിറ്റിക്കകത്ത് 50 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 50 എക്സ് എന്നാണ് വരുന്നത്. ബാക്കി എല്ലാ പാർട്ടിലും എന്തുവാണ്? 0 ആണ് എന്നാണ് എഴുതിയിരിക്കുന്നതിൻ്റെ മീനിങ്. ഇനി എന്തുവാണ് പറയുന്നത്? ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് സച്ച് എ ക്യാമറ വിൽ ഹാവ് ടു ബി റീസെറ്റ് ഇൻ ലെസ് ദാൻ 20 ഡേയ്സ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രോബിലിറ്റി ദാറ്റ് ഹാവ് ടു ബി എന്തുവാണ്? ആ സർവൈലൻസ് ക്യാമറ ഹാവ് ടു ബി റീസെറ്റ് ഇൻ ലെസ് ദാൻ 20 ഡേയ്സ് എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ലെസ് ദാൻ 20. പി ഓഫ് എക്സ് ലെസ് ദാൻ 20 എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ എന്തുവായിരുന്നു യൂസ് ചെയ്യുന്നത്? സമ്മേഷനാണ് യൂസ് ചെയ്തത്. പക്ഷേ ഇവിടെ ആഡ് ചെയ്യണോ ചെയ്യേണ്ടത്? അല്ല, കണ്ടിന്യൂസ് ആണ്. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനും യൂണിഫോം ഡിസ്ട്രിബ്യൂഷനും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്തുവാണ്? കണ്ടിന്യൂസിനകത്ത് വരുന്നതാണ്. ഇവിടെ എന്ത് വന്നാലും ഇൻ്റഗ്രലാണ് പോകേണ്ടത്. സോ ഫോമുല എന്ന് പറയുമ്പോൾ എന്തുവാണ്? ഇൻ്റഗ്രൽ എക്സ് ലെസ് ദാൻ 20. ഇതിന് നോക്കിയാൽ 0 കഴിഞ്ഞിട്ട് ഇവിടെ അല്ലേ 20 വരുന്നത്. എക്സ് ലെസ് ദാൻ 20 എന്ന് പറയുമ്പോൾ എന്താ? മൈനസ് ഇൻഫിനിറ്റി ടു 20 വരെയാണ് എക്സ് ലെസ് ദാൻ 20 എന്ന് പറയുന്നത്. അതിൽ നമുക്ക് വാല്യൂ ഉള്ളത് 0 മുതൽ 20ക്കകത്താണ്. അപ്പോൾ ഇതെന്ത് എഴുതിയാൽ? ഇൻ്റഗ്രൽ 0 to 20 എഫ് ഓഫ് എക്സ് ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 20 50 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 50 എക്സ് ഡി എക്സ്. ആ 15 നമുക്കങ്ങ് പുറത്തേക്ക് എടുക്കാം. ഇ റൈസ് ടു മൈനസ് 50 എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് 50 എക്സ് ബൈ മൈനസ് 50. ലിമിറ്റ് ഈസ് ഫ്രം 0 to 20. മൈനസ് 50 15 ഈ 15 പോയി. സോ ദിസ് ഈസ് ഈക്വൽ ടു ഓക്കെ. നമ്മൾ അപ്പർ ലിമിറ്റ് എടുക്കുകയാണെങ്കിൽ മൈനസ് നമ്മളിതാ പുറത്തിട്ടു. ഇവിടെ താഴെ മൈനസ് ഉണ്ടായിരുന്നതാണ് പുറത്തെടുത്തത്. അപ്പർ ലിമിറ്റ് എടുക്കുകയാണെങ്കിൽ ഇ റൈസ് ടു മൈനസ് 1000 മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് 1. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്തിരുന്നാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ത് പറയുന്നത്? പ്രോബിലിറ്റി ദാറ്റ് നോട്ട് ഹാവ് ടു ബി റീസെറ്റ് ഇൻ അറ്റ്ലീസ്റ്റ് 60 ഡേയ്സ്. അറ്റ്ലീസ്റ്റ് 60 ഡേയ്സ് റീസെറ്റ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്? പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60. അപ്പോൾ 20 കഴിഞ്ഞിട്ടാണ് 60 വരുന്നത്. ഗ്രേറ്റർ ദാൻ 60 എന്ന് പറഞ്ഞാൽ 60 മുതൽ എന്ത് വരെയുള്ളൂ? ഇൻഫിനിറ്റി വരെ. സോ ദിസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 60 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ദറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 60 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? 50 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 50 എക്സ് ഡി എക്സ്. അതിൽ നമുക്ക് 50 അങ്ങ് പുറത്തേക്ക് എടുത്താൽ ഇ റൈസ് ടു മൈനസ് 50 എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് 50 എക്സ് ബൈ മൈനസ് 50. ലിമിറ്റ് ഈസ് ഫ്രം 60 ടു ഇൻഫിനിറ്റി. ഈ 15 ക്യാൻസൽ ആയി പോയി. ദിസ് ഈക്വൽ ടു മൈനസ് ദേ പുറത്തേക്ക് എടുത്തു. അപ്പർ ലിമിറ്റ് ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് 50 ഇൻറ്റു 60. ഓക്കെ, ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്തുവാണ്? ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ്. സോ ദിസ് ഈക്വൽ ടു മൈനസ് ഓഫ് മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആവും. ഇ റൈസ് ടു മൈനസ് 50 ഇൻറ്റു 60 എന്ന് പറയുമ്പോൾ എന്തുവാ? 3000. 3000. ഇതിൻ്റെ ആൻസർ എന്താണെന്ന് ഫൈൻഡ് ചെയ്താൽ മതി. ഇതിൻ്റെ പ്രോബിലിറ്റി നെഗറ്റീവാണ് ആൻസർ എന്ന് വിചാരിക്കരുത്. ഇത് അകത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഇത് പ്ലസ് ആവും. അപ്പോൾ 1 പ്ലസ് ഇ റൈസ് ടു മൈനസ് 1000 എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ചെറിയ 1 മൈനസ് ഒരു ചെറിയ ക്വാണ്ടിറ്റി വരും. നമുക്കിത് എന്തുവാ? 1-നേക്കാൾ അകത്തുള്ള ഒരു വാല്യൂ തന്നെ കിട്ടും. അത് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ ഇങ്ങനെ നിർത്തിയിരുന്നാലും മതി എക്സാമിന്. ഓക്കെ, അപ്പോൾ അവർ ക്വസ്റ്റ്യനിൽ എക്സ്പോണൻഷ്യൽ യൂണിഫോം എന്നൊക്കെ ഉള്ളത് മിക്കവാറും മെൻഷൻ ചെയ്യാറുണ്ട്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എക്സ്പോണൻഷ്യലൊക്കെ ആണെങ്കിൽ മെൻഷൻ ചെയ്തിരിക്കും. ബട്ട് ബൈനോമിയലും പോയിസോൺ എപ്പോഴും മെൻഷൻ ചെയ്യണം എന്നില്ല. നമ്മൾ പലപ്പോഴും കണ്ടുപിടിക്കേണ്ടി വരും ഇത് ബൈനോമിയൽ ആണോ പോയിസോൺ ആണോ എന്ന്. ബാക്കിയുള്ളതെല്ലാം മിക്കവാറും ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും.
അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് ഈ ഫോമുല എഴുതി ലാംഡയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻ്റഗ്രേഷൻ തെറ്റിപ്പോയാലും പി ഓഫ് എക്സ് ലെസ് ദാൻ 20 അറ്റ്ലീസ്റ്റ് 60 ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതിയിട്ട് 7 മാർക്കിൽ ഒരു 3-4 മാർക്ക് എങ്ങനെയും നമ്മൾ മേടിച്ചെടുക്കണം. ഈസിയാണ് ഇത്. ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഈ ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഈസിയാണ്. ലാസ്റ്റ് 2 മോഡ്യൂളും കൂടി ആകുമ്പോൾ നമുക്ക് ഷുവറായിട്ട് ജയിക്കാൻ പറ്റും. നമ്മൾ മാക്സിമം നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തു. അപ്പോൾ പാർട്ട് എക്കകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തു. നിങ്ങൾ ഇങ്ങനെ 1-2 ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഏതൊക്കെ ടോപ്പിക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ എങ്ങനെയാണ് 3 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഓരോ ക്വസ്റ്റ്യനിലും 2 പാർട്ടുണ്ട്, എ ബി എന്നുള്ള രീതിയിൽ. അപ്പോൾ 1, 2, 3 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്മളിന്ന് ചെയ്ത് എ ബി എന്ന് പറഞ്ഞ പാർട്ടുണ്ട്. അതിൽ 2 ക്വസ്റ്റ്യനാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു സെഷൻ നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ മറ്റേ മോഡ്യൂളിൽ കുറച്ചും കൂടി അറിയാമെങ്കിൽ നമുക്ക് മാക്സിമം മാർക്ക് കിട്ടും. ഇപ്പോൾ തന്നെ നിങ്ങൾ ആ ഫോമുല മാത്രം നോക്കിയിട്ട് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പം നമ്മൾ ഇവിടെ ഇനി സ്ട്രെസ് ചെയ്യേണ്ടത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ടെസ്റ്റിനകത്തുള്ള പ്രോബ്ലംസും കൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം. ബാക്കി എല്ലാ പ്രോബ്ലവും നമുക്കൊരു ഹാഫ് മാർക്ക് കിട്ടും, എങ്ങനെയും ഒപ്പിക്കാൻ പറ്റും. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ക്വസ്റ്റിൻ്റെ കൂടെ വരുന്നത് ചിലപ്പോൾ നമുക്കൊരു മീൻ വേരിയൻസ് ഓഫ് ബൈനോമിയലോ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കണമെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കളയാൻ പറ്റത്തില്ല. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉറപ്പായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റിനുമാണ്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള നോട്ടിനകത്തൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം ഞാൻ ഈ പറഞ്ഞ ഫോമുല വെച്ചിട്ട് ഒരു പകുതി സ്റ്റെപ്പിലെങ്കിലും എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ള രീതിയിൽ അതൊന്നുകൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം.